السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. വളരെ സന്തോഷകരമായ രീതിയിൽ വർഷങ്ങളോളമായി ധാരാളം വൈജ്ഞാനിക വിഭവങ്ങളുമായി നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ടായി നിന്ന സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിന്റെ ഈ റമദാനിന്റെ ശേഷം നമ്മുടെ ഉസ്താദുമാരിൽ പലരും നാട്ടിലും മറ്റു തിരക്കുകളിലുമെല്ലാം ആയ കാരണത്താൽ തൽക്കാലം നിന്നുപോയിരുന്ന ഷെഡ്യൂളുകൾ പുനരാരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട കഴക്കൂട്ട് ഉസ്താദിന്റെ തസവുഫ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും ആ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് സഈദി ഉസ്താദ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. ഉസ്താദിന് നെറ്റ് പ്രശ്നമായതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ കയറാൻ സാധിക്കാത്തത് എന്ന് ഇന്നലെ ഉസ്താദ് അറിയിച്ചിട്ടുണ്ടല്ലോ. മറ്റു പല ഉസ്താദുമാരും വൈകാതെ തന്നെ ക്ലാസ് റൂമിൽ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ ചില സാങ്കേതിക തടസ്സങ്ങളുള്ള ഉസ്താദുമാർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് വിലപ്പെട്ട അറിവുകളുടെ കവാടം തുറന്നു തന്ന ഈ പരിശുദ്ധമായ ക്ലാസ് റൂമിനെ സ്നേഹിക്കുകയും അതിനെ സഹായിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഉസ്താദുമാർക്കും അല്ലാഹു ആഖിറത്തിൽ ഇതിന്റെ തവാബ് കൺകുളിർക്കെ സന്തോഷത്തോടെ കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പകരമായി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ള ജീവിതം, സലാഹുള്ള ജീവിതം, തഖ്വയുള്ള ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഈ സമയം അബൂ സക്കർ ഉസ്താദ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി സൗകര്യപ്പെട്ട സമയവും ഇതായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഒരു പുതിയ ക്ലാസ് തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുകയും അത് ഏത് വിഷയമാണ് ആകേണ്ടത് എന്ന് തീരുമാനമാകാതെ ഞാൻ നിന്നപ്പോ ഇന്നലെ സഈദി ഉസ്താദിനോട് അത് തീരുമാനിച്ചു തരാൻ പറയുകയും ഉസ്താദ് അഭിപ്രായപ്പെട്ടതനുസരിച്ചാണ് സൂറത്തുൽ കഹ്ഫ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഏകദേശം മധ്യഭാഗത്തുള്ള സൂറത്ത്. നമ്മൾ പലരും പലതവണ ഓതിയിട്ടുള്ള, എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകം ഓതലും പലതവണ ഓതലും സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫ്, അതിന്റെ ആശയം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇനി ഓതാനുള്ള അവസരം നമുക്കുണ്ടാക്കണം. അതാണ് ഈ ക്ലാസ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. ഖുർആൻ ഓതുമ്പോൾ അത് വളരെ സിമ്പിളായി ഓതാൻ കഴിയുന്ന ആളുകളും പ്രയാസപ്പെട്ട് അത് ഓതുന്നവരും രണ്ട് തരത്തിലുള്ള ആളുകൾ നമുക്കെല്ലാം അറിയാം. ഈ രണ്ട് തരക്കാരെയും സന്തോഷിപ്പിക്കുന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി, വിശുദ്ധ ഖുർആനിനെ പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ
ഓതി തീർക്കാൻ ഓതാൻ കഴിയുന്ന ആൾ, അങ്ങനെ ഓതുന്നവൻ മഅ സഫറത്തിൽ ബററത്തിൽ കിറാം, ഉന്നതന്മാരായ മഹാന്മാരായ മലായികത്തിന്റെ കൂടെയായിരിക്കും ഖിയാമത്ത് നാളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉടനെ പറഞ്ഞു, വല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതഅതഉ ഫീഹി, പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും വളരെ സിമ്പിളായി ഉച്ചരിച്ച് ഓതാൻ കഴിയാതെ അല്പം പ്രയാസം സഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഓതി അത് തീർക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, ഇങ്ങനെ പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകൾ, അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഹു അജ്റാനി, അവർക്ക് 2 കൂലിയുണ്ട് എന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശുദ്ധ ഖുർആൻ നല്ല സിമ്പിളായി ഓതാൻ കഴിയുന്നവരും പ്രയാസപ്പെട്ട് ഓതുന്നവരും 2 പേർക്കും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. ആ ഖുർആനിന്റെ പല ഭാഗങ്ങൾക്കും പല പ്രത്യേകതയും ഉണ്ട്. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അള്ളാഹുവിന്റെ കലാമ് എന്ന രീതിയിൽ, എന്ന നിലയിൽ എല്ലാം ഒരുപോലെയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗം അള്ളാഹുവിന്റെ അസലിയായ കലാമിൽപ്പെട്ടതാണ്. ആ നിലക്ക് എല്ലാം തുല്യമാണ്. അതേ സ്ഥാനത്ത് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങൾക്കും അല്ലാഹു തആല ചില പ്രത്യേകതകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന. ആ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ കാണാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്ത്, ഏറ്റവും മഹത്വമുള്ള സൂറത്ത്, ഒരു മുസ്ലിം ഒരു ദിവസം ഏറ്റവും തവണ ആവർത്തിച്ചാവർത്തിച്ച് ഓതേണ്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ ആകുന്നു. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി ആകുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ രാത്രിയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ഭാഗമാകുന്ന ആമനർ റസൂൽ, ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താകുന്ന ആമനർ റസൂൽ, അത് ഫാത്തിഹ സൂറത്ത് അവതരിച്ച അതേ രാത്രിയിൽ അവതരിച്ചതാണ്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം, ഇന്നലെ എനിക്ക് 2 പ്രകാശങ്ങൾ ഇറക്കപ്പെട്ടു, ഇന്നലെ എനിക്ക് 2 പ്രകാശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് ഏത് അക്ഷരം കൊണ്ടും ഏത് ഹർഫ് കൊണ്ട് ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു തആല അത് നൽകുമെന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ് വ ഖവാതീമു സൂറത്തുൽ ബഖറ, അതിലൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തെ 100 വിശുദ്ധ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താകുന്ന ആമന റസൂലുമാണ്. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകതകൾ പഠിപ്പിച്ചു. പല സൂറത്തുകൾക്കും പല പ്രത്യേകതകളും പഠിപ്പിച്ചു. മനുഷ്യൻ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്ക് പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധങ്ങളായ സൂറത്തുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അക്കൂട്ടത്തിൽ ശൈത്താൻ വീട്ടിൽ നിന്ന് ഓടാൻ, വീടുകളിലേക്ക് ശൈത്താൻ അടുക്കാതിരിക്കാൻ സൂറത്തുൽ ബഖറ ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഉപദേശിച്ചു. സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതിക്കോളൂ. ഫഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉള്ള സൂറത്തുൽ ബഖറയും ആ സൂറത്തുൽ ബഖറയിലെ പ്രത്യേകമായ ആയത്തുകളും അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച യാസീൻ സൂറത്തും ദാരിദ്ര്യത്തിന്റെ പരിഹാരം എന്ന് പഠിപ്പിച്ചു തന്ന ഇദാ വഖഅത്തിൽ വാഖിഅയും വിശുദ്ധ ഖുർആനിന്റെ പുതുമാരൻ എന്ന് പറഞ്ഞു തന്ന അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന സൂറത്തും വിശുദ്ധ ഖുർആനിന്റെ 1/4 ഭാഗം എന്ന് പഠിപ്പിച്ചു തന്ന അൽഹാഖും തകാസുറും
അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പഠിപ്പിച്ചു തന്ന ഖുൽ ഹുവല്ലാഹു അഹദും, അതുപോലെ അള്ളാഹുവിനോട് കാവൽ തേടാൻ ഏറ്റവും പറ്റിയ 2 സൂറത്തുകളായി അവതരിപ്പിച്ചു തന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, ശിർക്കിൽ നിന്ന് മോചനമുണ്ടാകാൻ ഏറ്റവും നല്ലത് എന്ന് പഠിപ്പിച്ചു തന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സൂറത്തുകൾക്ക് പല പ്രത്യേകതകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല, ഏതാനും സാമ്പിളുകൾ മാത്രം പറഞ്ഞു. ആ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എല്ലാ വെള്ളിയാഴ്ചയും പലതവണ ഓതാൻ വേണ്ടി ഈ ഉമ്മത്തിന് തന്ന സൂറത്താണ് നാം ഇൻഷാ അല്ലാഹ് ചർച്ചക്കെടുക്കുന്ന സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത എന്താണ്? ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ ആ സൂറത്തിനുണ്ട്. അതിൽ ഒരു പ്രത്യേകത നമുക്കറിയാം, വെള്ളിയാഴ്ച നാം അത് ഓതാൻ കൽപ്പിക്കപ്പെട്ടവരാണ് എന്നതാണ്. അത് തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്താണ് എന്ന് പറയുന്നതിന് പകരം ഇഖ്താറു സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്നാണ് പല കിതാബുകളിലും കാണുക. മനസ്സിലായോ? അപ്പോൾ ഈ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതാറുണ്ടെങ്കിലും വെള്ളിയാഴ്ചയിൽ ഒരാൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് വെള്ളിയാഴ്ചയിൽ ഒരാൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ ഏറ്റവും ഓതാൻ നല്ലത് സൂറത്തുൽ കഹ്ഫാണ്. ഖുർആൻ അല്ലാത്ത വല്ല ദിക്റുകളും വെള്ളിയാഴ്ചയിൽ ഒരാൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ കൂടെ വെള്ളിയാഴ്ച ദിവസം പലതവണ ഓതാൻ പറ്റിയ സൂറത്ത് സൂറത്തുൽ കഹ്ഫ. നമ്മുടെ നാട്ടിൽ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് സംശയം. അതെന്താ? ഈ സൂറത്തുൽ കഹ്ഫ് ഓതാനുള്ള പ്രത്യേകമായ അൽ കഹ്ഫ് സൂറത്ത് മാത്രം എഴുതിയ ഒരുപാട് മുസ്ഹഫുകൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അതിന്റെ കൂടെ വെള്ളിയാഴ്ചയിൽ ചൊല്ലാൻ പറ്റിയ സ്വലാത്തുകളും എഴുതി കാണാം. അപ്പോ ദലായിലുൽ ഖൈറാത്തിലെ ആ സ്വലാത്തുകളും അതുപോലെ വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്താകുന്ന അൽ കഹ്ഫും മാത്രം എഴുതി അത് മാത്രം പ്രിന്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള സൂറത്ത് ഒരു മുസ്ഹഫ്. ആ മുസ്ഹഫ് വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നാൽ പല ആളുകളും അത് എടുത്ത് ഓതാറുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോകാത്ത സഹോദരിമാർ, അവർക്ക് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുണ്ട് എന്നത് അറിയാതെ പോവുകയോ മറന്നു പോവുകയോ ചെയ്യുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പള്ളിയിൽ പോകുന്നവർക്ക് മാത്രമാണ് സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുള്ളത്. അതേ സ്ഥാനത്ത് വീട്ടിൽ ജുമഅക്ക് പോകേണ്ടതില്ലാത്ത, ജുമഅ ഇല്ലാത്ത ആളുകൾക്ക് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ടതില്ല എന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, സൂറത്തുൽ കഹ്ഫ് ഓതൽ പള്ളിയിൽ പോകുന്നവന് മാത്രം ഉള്ളത് അല്ല, അത് എല്ലാവർക്കും ഉണ്ട്. വെള്ളിയാഴ്ച ആയാലും സൂറത്തുൽ കഹ്ഫ് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. അതേപോലെ നിങ്ങൾ നോക്ക്, അത് ഓതുക എന്നുള്ളതല്ല, വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. സ്വലാത്തും അങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നല്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രയോഗം. അവിടെ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അന്നത്തെ ദിവസം 300 തവണ സ്വലാത്ത് ചെല്ലണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 300 വട്ടം ചെല്ലണം. അൽ കഹ്ഫ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര വട്ടമൊക്കെ ചെല്ലാം. വെള്ളിയാഴ്ച ദിവസം അന്ന് രാത്രിയിലും പകലിലും ഒക്കെ സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്താ. അപ്പൊ അത് അൽ കഹ്ഫിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അൽ കഹ്ഫ് സൂറത്തിന്റെ വേറെ ഒരു പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവിധങ്ങളായ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം. ഇല്ല, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരനക്കൂല്ലേനും. എന്താ പറഞ്ഞത്?
റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ കാണാം, വെള്ളിയാഴ്ച ഒരാള് അൽ കഹഫ് സൂറത്ത് ഓതുന്നതിന്റെ പ്രത്യേകത പറഞ്ഞിടത്ത് കാണാം, ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ കഹഫ് സൂറത്ത് ഓതുന്നുവെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസങ്ങളിൽ എല്ലാ ഫിത്നകളിൽ നിന്നും അയാൾക്ക് അഭയമുണ്ടാകും. ഫഹുവ മഅ്സൂമുൻ ഇലാ 8 അയ്യാമിൻ മിൻ കുല്ലി ഫിത്ന. കണ്ടോ? അടുത്ത 8 ദിവസം വരെ എല്ലാ ഫിത്നയിൽ നിന്നും അവന് കാവലുണ്ടാകും. വെള്ളിയാഴ്ച അൽ കഹഫ് സൂറത്ത് ഓതിയാലുള്ള പ്രത്യേകത, അതിന്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് ആ ഫിത്നയിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ 8 ദിവസങ്ങൾക്കിടയിൽ ദജ്ജാല് എന്ന ഈ ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്ന. അങ്ങനെയാണല്ലോ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം തന്നെ എന്താ? ഫശർറു ഗായിബിൻ യുന്തളർ എന്നാണ്. വരും എന്ന് പറഞ്ഞ് ആളുകൾ കാത്തിരിക്കുന്ന ഷർറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷർറ് ഉണ്ടോ? അതാണ് ദജ്ജാൽ. ആ ദജ്ജാൽ ഈ 8 ദിവസങ്ങൾക്കിടയിൽ ഇറങ്ങി വന്നാൽ പോലും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അതുപോലെ അൽ കഹഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയവന് ദജ്ജാലിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുണ്ട്. അൽ കഹഫിന്റെ അവസാനത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയവന് ദജ്ജാലിൽ നിന്ന് രക്ഷ കിട്ടുമെന്നുണ്ട്. അൽ കഹഫിൽ നിന്ന് ഏതെങ്കിലും ആയത്തുകൾ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയവന് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ കിട്ടും. ഇങ്ങനെ 3 തരത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, അൽ കഹഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകളും അവസാനത്തെ 10 ആയത്തുകളും മനഃപ്പാഠമാക്കി വെക്കുക. എന്നാൽ ഈ 3 റിവായത്ത് പ്രകാരവും ഒരാൾക്ക് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവന്റെ കയ്യിൽ ഉണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അൽ കഹഫ് സൂറത്തിന്റെ പ്രത്യേകത, അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ നിന്ന് ശൈത്താൻ പോകുന്നുണ്ടല്ലോ, അതേ സ്ഥാനത്ത് അൽ കഹഫ് സൂറത്തിന്റെ പ്രത്യേകത ദജ്ജാലിനെ തുരത്താൻ പറ്റിയ സൂറത്ത് എന്നാണ്. മാത്രമല്ല അത് പ്രകാശത്തിന്റെ സൂറത്തുമാണ്. എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹഫ് സൂറത്ത് ഓതുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രകാശം കൊടുക്കുമെന്നും ആ പ്രകാശത്തിന്റെ ആ വെളിച്ചത്തിൽ ഖിയാമത്ത് നാളിൽ അവന് നടക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി കമാ ഉൻസിലത് കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. ഉണ്ടോ? വിശുദ്ധ സൂറത്തുൽ കഹ്ഫ് എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് അതുപോലെ അതിന്റെ നിബന്ധനകളും നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായി സൂറത്തുൽ കഹ്ഫിനെ ഒരാൾ പാരായണം ചെയ്താൽ അതവന് ഖിയാമത്ത് നാളിൽ വെളിച്ചമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് വെളിച്ചമാകും എന്നും ഹദീസിലുണ്ട്. അങ്ങനെ ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ ചുറ്റുപാടുകൾക്കിടയിൽ മനുഷ്യന് വെളിച്ചം നൽകുന്ന വലിയ പ്രകാശഗോപുരമായി അൽ കഹഫ് സൂറത്ത് നിലനിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ബഹുമാനമുള്ള ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വകുപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ ഉള്ള സൂറത്താണ് 110 സൂറത്തുകളുള്ള അൽ കഹഫ് സൂറത്ത്. ഉണ്ടോ? വെറും 110 ആയത്തുകളുള്ള സൂറത്ത് എന്ന് പറഞ്ഞില്ലേ, 110 ആയത്തുകളുള്ള അൽ കഹഫ് സൂറത്ത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ മധ്യഭാഗത്താണ് അത് നിൽക്കുന്നത്. ഖുർആനിലെ അക്ഷരങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും നടുവിലെ അക്ഷരം വരുന്നത് സൂറത്തുൽ കഹ്ഫിന്റെ ഉള്ളിലാണ്. വല്യ തലത്തഫ് എന്ന് പറയുന്ന ഭാഗത്താണ് എന്ന് ചില മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ മധ്യഭാഗത്ത് നിൽക്കുകയും അത് ഓതുന്നവന് ഖുർആനിന്റെ 2 ഭാഗവും നേർപകുതിയിൽ നിന്ന് മുൻപുള്ള ഭാഗവും അതിന്റെ പിന്നെയുള്ള ഭാഗവും രണ്ടും കൂടി സംയോജിപ്പിച്ച് ഓതാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രമേയം, എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നമ്മളോട് സൂറത്തുൽ കഹ്ഫ് അള്ളാഹു ഓതാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ, വെള്ളിയാഴ്ച ആളുകൾ പള്ളിയിൽ കൂടുന്ന ദിവസം,
ആ സൂറത്തുൽ കഹ്ഫ് ഓരോന്ന് പറയുന്ന, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന പ്രമേയങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ മറ്റു സൂറത്തുകളിലൂടെ അള്ളാഹു പറയുന്ന സാധാരണ കാര്യങ്ങൾക്ക് പുറമെ, മറ്റു സൂറത്തുകളിലൂടെ അള്ളാഹു പറയുന്ന സാധാരണ കാര്യങ്ങൾക്ക് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 4 ചരിത്രങ്ങളെ അൽ കഹ്ഫ് സൂറത്തിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ, സാധാരണ ദുനിയാവിന്റെ ചെറുപ്പവും പരലോകത്തിന്റെ മഹത്വവും അള്ളാഹു പലപ്പോഴും പല സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ ചില സാഹചര്യങ്ങളെയും അന്നത്തെ അവസ്ഥകളെയും അള്ളാഹു തആല പല സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്. അതും അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും പറഞ്ഞ സൂറത്തിൽ പ്രധാനപ്പെട്ട 4 ചരിത്രങ്ങളെ അള്ളാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 4 സംഭവങ്ങളെ. ആ 4 സംഭവങ്ങളിൽ ഒന്നാമത്തെ സംഭവം അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നിന്ന് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത വലിയ അനുഗ്രഹം നൽകി സഹായിച്ച ഏതാനും യുവാക്കളുടെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഭാഗം നിങ്ങൾ നോക്ക്. ആ ഒന്നാമത്തെ ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഒരൽപ്പം ഏതാനും യുവാക്കളുടെ ചരിത്രമാണ്. ആ യുവാക്കൾക്ക് അള്ളാഹു സംരക്ഷണം നൽകിയത് തികച്ചും അത്ഭുതകരമായ രീതിയിലാണ്. ആ സംരക്ഷണം നൽകാൻ ഉണ്ടായ കാരണം അവർ അവരുടെ സ്വത്ത് സംരക്ഷിക്കാനോ ശരീരം സംരക്ഷിക്കാനോ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരല്ല. നേരെ മറിച്ച് അവരെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിച്ച ചരിത്രം, ഈമാൻ മനുഷ്യൻ എന്നും സംരക്ഷിക്കേണ്ടതാണെന്നും അത് നഷ്ടപ്പെട്ടു പോയിട്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ലെന്നും മനുഷ്യന്റെ എല്ലാ കാലത്തും അവനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനം അവന്റെ ഈമാനാണെന്നും ആ ഈമാൻ സംരക്ഷിക്കാൻ അവനായതും ആവുന്നതും മുഴുവൻ ചെയ്യണമെന്നും അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് അത്ഭുതകരമായ സഹായങ്ങൾ നൽകുമെന്നും ഉള്ള സന്ദേശം സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്ത് അള്ളാഹു ചെറിയ ഒരു ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്നും ഓരോ പെരുമാറ്റത്തിന്റെയും പരിണിതി, അതിന്റെ ഫലം എന്തായിരിക്കുമെന്നും അള്ളാഹു തആല സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ ചരിത്രം അതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ വിശദീകരണങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കേൾക്കാം. മൂന്നാമത് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഇൽമ് സംരക്ഷിക്കാൻ വേണ്ടി, ഇൽമ് പഠിക്കാൻ വേണ്ടി മനുഷ്യൻ എത്ര കഷ്ടപ്പെടണമെന്നാണ്. കണ്ടോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു തആല ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കുന്നത് ഇൽമ് പഠിക്കാൻ വേണ്ടി മനുഷ്യൻ എത്ര കണ്ട് കഷ്ടപ്പെടണം. ഈമാൻ സംരക്ഷിക്കാൻ ആ ഗുഹാവാസികൾ കഷ്ടപ്പെട്ടതുപോലെ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം കഷ്ടപ്പെട്ട ഒരുപാട് ചരിത്രം, ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ചരിത്രമായിട്ട് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട്. മൂസാ നബിയുടെ കഷ്ടപ്പാടിന്റെ കഥകൾ. അവിടുന്ന് പോയാൽ ഈമാനും ഇൽമുമായാൽ പിന്നെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ദുൽഖർനൈനിയുടെ സംഭവത്തിലൂടെ, ചരിത്രത്തിലൂടെ അള്ളാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ജനസേവനമാണ്. അങ്ങനെ ജനസേവനത്തിന് വേണ്ടി ലോകം മുഴുവൻ അടക്കി ഭരിച്ച ദുൽഖർനൈനി ജനസേവന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഉദാഹരണങ്ങൾ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ മർമ്മപ്രധാനമാണ്, ഇൽമ് വളരെ പ്രാധാന്യമുള്ളതാണ്, ജനസേവനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല മുതൽ ചെലവഴിക്കുന്നതിനടുത്ത് മനുഷ്യൻ ശീലിക്കേണ്ട ചില രീതികളുണ്ട്. അങ്ങനെ ഓരോ രീതിക്കനുസരിച്ചും അല്ലാഹു തആല മനുഷ്യന് സാമ്പത്തികമായ ഉയർച്ചയും താഴ്ചയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സംഭവവും അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യങ്ങളെയെല്ലാം ഓരോ വെള്ളിയാഴ്ചയിലും
അവന്റെ മനസ്സിലേക്ക് കൊത്തിവെക്കുന്ന വിധം ആവർത്തിച്ച് ആവർത്തിച്ച് സൂറത്തുൽ കഹ്ഫിനെ ഓദിപ്പിക്കുകയാണ് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യുന്നത്. ഖിയാമത്ത് നാളിൽ വലിയ വെളിച്ചവും കൊടുക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി സൂറത്തുൽ കഹ്ഫ് ഓതുകയാണ്. തന്റെ വീട്ടിലിരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കാലത്തെ വീടുകളെ പോലെ കൊട്ടാര സമാനമായ വീടുകളല്ലല്ലോ, ചെറിയ കൂര. ആ ചെറിയ കൂരയിൽ ഇരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതുകയാണ് ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയുടെ യഹ്യ എന്ന് പേരുള്ള ചെറിയ ഒരു കുഞ്ഞ് ഈ ഖുർആൻ ഓതുന്ന ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്താവട്ടെ തന്റെ ഒരു കുതിരയെ കെട്ടിയിട്ടിട്ടുമുണ്ട്. അങ്ങനെ ആ കുതിര അടുത്തുണ്ട്, ഈ കുഞ്ഞടുത്ത് കിടപ്പുണ്ട്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതി, രാത്രി സമയമാണ്, ഓതി സൂറത്തുൽ കഹ്ഫാണ് ഓതുന്നത്. ആ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓത്ത് മുറുകിയപ്പോ സമീപത്ത് കെട്ടിയിട്ടിരിക്കുന്ന കുതിര നിന്ന് ചാടാൻ തുടങ്ങി. കുതിര അങ്ങനെ ചാടുകയാണ്, എന്തോ അത്ഭുതം കണ്ട് ചാടുന്നത് പോലെ കുതിര ചാടുകയാണ്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു മേലോട്ട് നോക്കിയപ്പോ മെഴുകുതിരിയുടെ വട്ടം പോലെയുള്ള അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെയുള്ള കുറെ പ്രകാശങ്ങൾ നിറഞ്ഞ ഒരു മേഘത്തിന് സമാനമായ വെളുത്ത ഭാഗം ആകാശത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ ഓത്ത് നിർത്തി. എന്തേ ഓത്ത് നിർത്തിയത്? ഓത്ത് നിർത്തിയപ്പോ കുതിരയുടെ ചാട്ടം നിലച്ചു. രണ്ടാമത് വീണ്ടും ഓത്ത് തുടങ്ങി, കുതിര വീണ്ടും ചാടാൻ തുടങ്ങി. അവസാനം ബഹുമാനപ്പെട്ടവർ ഓത്ത് പാടെ നിർത്തിവെച്ചു. തന്റെ കുതിര ചാടി സമീപത്ത് കിടക്കുന്ന തന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തട്ടുമോ എന്ന പേടി കൊണ്ട് ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു തൽക്കാലം അന്ന് ഓത്ത് നിർത്തിവെക്കേണ്ടി വന്നു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് വിവരം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് എന്ന് പറഞ്ഞ മറുപടി, തിൽക സഖീനത്തുല്ലത്തി നസലത് ലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ അള്ളാഹു ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ആ ഖുർആൻ ഓതുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന സക്കീനത്താണ്, മലായികത്തിന്റെ സംഘമാണ് അത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വജ്തമാ ഖൗമൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബഹു വയതദാറസൂനഹു ബൈനഹും. അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹുവിന്റെ കിതാബ് ഓതി അത് പഠനം നടത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ഗശിയത്തുഹുമുർ റഹ്മ വഹഫത്തുഹുൽ മലായിക, കണ്ടോ, അവരെ വനസലത്ത് അലൈഹിമുസ് സക്കീന, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിയും, മലായികത്ത് അവരെ വലയം ചെയ്യും. മാത്രമല്ല വനസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് സക്കീനത്ത് ഇറങ്ങും എന്ന് പറഞ്ഞ ആ സക്കീനത്താണത്. കണ്ടോ, ആ സക്കീനത്താണ് ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത സ്ഥലത്ത് ഇറങ്ങി വന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ അത്ര ബഹുമാനമുള്ള, ആദരവുള്ള, മഹത്വമുള്ള, പ്രാധാന്യമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്താണ് ഓരോ വെള്ളിയാഴ്ചയും നമ്മളോട് ഓതാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ജുമഅക്ക് പോകുന്നവർക്കും പോകാത്തവർക്കും ഇത് സുന്നത്തുണ്ട്. സഹോദരന്മാരിൽ പലരും നമ്മുടെ ക്ലാസ് റൂമുകളിലും മറ്റുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ ഈ ജുമഅക്ക് പോകുക എന്നുള്ള പണി അത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതേ സ്ഥാനത്ത് സൂറത്തുൽ കഹ്ഫ് ഓതുക എന്ന പണി പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, അത് സ്ത്രീകൾക്കുമുണ്ട്. എല്ലാവർക്കും അത് സുന്നത്തുണ്ട്. അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും പറഞ്ഞത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. കാരണം ദജ്ജാലിൽ നിന്ന് അഭയം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പുരുഷനും സ്ത്രീക്കും കിട്ടേണ്ടതാണ്. ഖിയാമത്ത് നാളിൽ വെളിച്ചം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആണിനും പെണ്ണിനും കിട്ടേണ്ടതാണ്. മാത്രമല്ല
8 ദിവസം ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഫിത്നയിൽ നിന്നും അഭയമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ആണിനും പെണ്ണിനും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് അൽ കഹ്ഫിന്റെ പ്രാധാന്യം എല്ലാവർക്കും ഓർമ്മ വേണം. അത് എല്ലാവരും ഓതുകയും ചെയ്യണം. ആ നിലക്ക് മഹത്തായ വിശുദ്ധ കലാമിലെ ഈ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഞാൻ പറയുന്നത് ഈ സൂറത്തുൽ കഹ്ഫ് അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചക്കെടുക്കാൻ പോണ വിഷയം. അങ്ങനെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ അടുത്ത ആഴ്ച മുതൽ നമ്മൾ വിശുദ്ധ ഖുർആന് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുക. ഈ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ നമുക്കതിന്റെ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം ആശയം മാത്രം അങ്ങ് പറഞ്ഞു പോകുന്നല്ല. ചില കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയേണ്ടി വരും. അതേ സ്ഥാനത്ത് എത്ര വിശദമായി പറഞ്ഞാലും ഈ സൂറത്തിലെ ആയത്ത് ഓതുന്ന സമയത്ത് അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ ക്ലിക്കാകാൻ പറ്റിയ വിധത്തിൽ ആ സൂറത്തിന്റെ ആ ഓരോ ആയത്തിന്റെയും വളരെ ഹ്രസ്വമായ ഒരു ആശയം അതിന്റെ കൂടെ എങ്ങനെ പറഞ്ഞു പോയിട്ട് വിശാലമായ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരാൻ പറ്റുന്ന വിധം ആ ഹ്രസ്വമായ ആശയ വിശകലനം കേൾക്കുകയും ചെയ്താൽ, അത് പഠിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായി ഉപകരിക്കും. സൂറത്തുൽ കഹ്ഫിലെ പ്രമേയങ്ങളും അതിലെ പ്രധാനപ്പെട്ട ചരിത്രങ്ങളും ഞാൻ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ച കാര്യങ്ങൾ അടുത്ത വെള്ളിയാഴ്ച അത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വരികയാണെങ്കിൽ, ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ നിറഞ്ഞു വരികയാണെങ്കിൽ അത് കൂടുതൽ നമുക്ക് പ്രയോജനപ്രദമാവുകയും ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ അത് ഒരുപക്ഷെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ആമുഖമായി ഇന്നൊരു കാര്യം പറയുന്നത്, ഈ ക്ലാസ് ഈ സമയം എനിക്ക് ക്ലാസ്സിന് പറ്റിയ ഏറ്റവും നല്ല സമയം തന്നെയാണ്. കാരണം പകല് ക്ലാസ്സാണ്, അസറിന്റെ ശേഷം ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്. അസറിന്റെ ശേഷമുള്ള സബക്ക് കഴിഞ്ഞിട്ടേ ഞാൻ ഈ ക്ലാസ്സിന് വരുള്ളൂ. ചിലപ്പോൾ 5 മിനിറ്റൊക്കെ വൈകിയെന്ന് വരും. അപ്പോഴേക്ക് ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാന് നാട്ടിലാണ്. നാട്ടിലുള്ള പല ഉസ്താദുമാർക്കും അറിയുന്ന അല്ലെങ്കിൽ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു അനുഭവം എന്താന്ന് വെച്ചാല് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് കൃത്യമായി അത് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. എല്ലാ ദിവസവും അവിടെ നോക്കരുന്നേ എല്ലാ ദിവസവും അത് മുടങ്ങാതെ അത് നടത്താൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. കാരണം നാട്ടിലാവുമ്പോൾ 100 പ്രശ്നങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ടാവും. എന്നാലും ഉള്ളതിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയ ഒരു സമയം സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അബൂ ഷാക്കിർ ഉസ്താദിന്റെ സമയം ഈ സമയത്ത് തന്നെ ആകുകയാണെങ്കിൽ അപ്പൊ നമുക്കൊരു പുനർവിചിന്തനം വേണ്ടി വരും. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് തന്നെ അങ്ങനെ തുടർന്ന് പോവുകയും ചെയ്യും. അല്ലാഹു തആല സഹായിക്കട്ടെ. പകൽ സമയത്ത് ക്ലാസ്സുകളുടെ തിരക്കാണ്, അതുകൊണ്ട് സാധിക്കില്ല മറ്റു സമയങ്ങളിൽ. എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്ലാസ് ഉണ്ടാകുക. വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവില്ല. അതോട് ശ്രദ്ധിക്കുക. എല്ലാ ആഴ്ചയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ച ചിലപ്പോ വ്യാഴാഴ്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. വ്യാഴാഴ്ച നമുക്ക് കല്യാണത്തിന് പോകാണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ ക്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലാത്ത സമയത്ത് ഇൻഷാ അല്ലാഹ് മുടക്കങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യും. അപ്പോ ഞാൻ ഇന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. തുടക്കമായതുകൊണ്ട് ചില ആമുഖങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പല കാറ്റഗറിയിലുള്ളവരാണ് എന്നെനിക്കറിയാം. ഞാൻ ഒരു ചെറിയ ഒരു മുതഅല്ലിമാണല്ലോ. അപ്പൊ ആ നിലക്ക് ഒരു വലിയൊരു പണ്ഡിതനല്ലാത്ത ഞാന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ പറയുമ്പോൾ പരമാവധി തെറ്റു ഇല്ലാതെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്തെങ്കിലും അപാകതകളും കാര്യങ്ങളൊക്കെ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഉസ്താദുമാർ അത് ചൂണ്ടിക്കാണിക്കുകയും
അതുപോലെ തന്നെ അല്ലാത്തവർ ക്ലാസ് സശ്രദ്ധം ശ്രവിക്കുകയും വല്ല സംശയം ഉണ്ടെങ്കിൽ അവസാന സമയത്ത് ചോദിക്കാനുള്ള അവസരമുണ്ടാകും. ആ സമയത്ത് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സൂറത്തുൽ കഹ്ഫ് ആണ് ഓതുന്നത്. ഞാനൊരു ഖുർആൻ ക്ലാസ് എന്ന രീതിയിലേക്ക് വന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടാണ്. അതുകൂടി ഞാൻ ആമുഖമായി അറിയിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഫിഖ് ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. ഇപ്പോ ഫിഖ് ക്ലാസ് ധാരാളമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഫിഖ് തീരൂല. ഇനി അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിഖ് ക്ലാസ് ഇനിയും കിട്ടുകയും ചെയ്യും. അപ്പൊ കൂട്ടത്തില് ഖുർആൻ ക്ലാസ് നടക്കുമ്പോൾ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഖുർആന്റെ ആശയം പറയും, കൂടെ ഫിഖ്ഹും പറയും, ഹദീസും പറയും, ആദർശം പറയും, എല്ലാം പറയാൻ പറ്റിയ ഒരു ക്ലാസ്സാണ്. അപ്പൊ എല്ലാം പറയും. ആദർശപരമായ വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തക്ക സമയത്ത് ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു കുറവ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയാൽ അതും നമുക്ക് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോ ആളുകൾ പല താല്പര്യക്കാരാണ്. ഈ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പറഞ്ഞു വന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ ഒരു ആദർശ വിഷയത്തിലേക്ക് കടക്കുമ്പോ അത് പോട്ടെ, ഇന്ന് രാത്രി വരി നിങ്ങൾ ഇത് പറയുന്ന ആരും പറയരുത്. കാരണം നമ്മൾ ഒരു വിഷയം ജനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ആളുകളിൽ ചിലര് ആദർശ വിഷയമാണ് ചർച്ചക്കെടുക്കുന്നത് എന്ന് കേട്ടാൽ അവിടെ ഇരിക്കാതെ പോകുന്ന, എന്താണ് ആദർശത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് ഖുർആൻ ക്ലാസ് ആണെന്ന് കേട്ടാൽ അവരവിടെ വന്നിരിക്കും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ ക്ലാസ്സിലൂടെ ആദർശം പഠിക്കാൻ സാധിക്കണം. ഖുർആൻ ക്ലാസ്സിലൂടെ ആദർശം പഠിക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പച്ചക്കറി കൂട്ടാത്തവർക്ക് അത് കൊടുക്കൽ ഇറച്ചിയിലിട്ടിട്ടാണല്ലോ. പച്ചക്കറി കണ്ടാ കൂട്ടാത്ത കുറെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പച്ചക്കറി കൂട്ടണമെങ്കിൽ എന്താക്കണം, നല്ല കുമ്പളങ്ങയും വാഴക്കൊക്കെ പാടെ വെട്ടിയിട്ട് നല്ല പോത്തിറച്ചിയിലിട്ട് വേവിച്ചുകൊണ്ട് കൊടുത്താല് ആ കുമ്പളങ്ങൾക്ക് ഒരു പോത്തിറച്ചിന്റെ രുചി ഉണ്ടാവും. അതങ്ങനെ അറിയാതെ കൂട്ടിക്കോളും. എന്നതുപോലെ ആദർശ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ അതിന് താല്പര്യമില്ലാത്ത ചില ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ആദർശം പഠിപ്പിക്കാനും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയാനും എല്ലാറ്റിനും കൂടി പറ്റിയ ഒരു വിഷയം എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു വിശുദ്ധ ഖുർആൻ ക്ലാസ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വിശദമായി നല്ല രീതിയിൽ അത് പറയാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനും എല്ലാം തൗഫീഖ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ഒരു ആയത്ത് മാത്രം ഓതിയിട്ട് ഇന്നത് അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വിശദമായി അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാം. എന്താണ് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം തന്നെ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് കണ്ടോ, അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സൂറത്തുണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് അത് സൂറത്തുൽ ഇസ്രാ ആണ്. ആ സൂറത്തുൽ ഇസ്രാഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിരിക്കുന്നത് വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറാ. നിങ്ങൾ അൽഹംദുലില്ലാഹ് 111-ാമത്തെ, അതായത് അവസാനത്തെ എന്നിട്ട് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടി മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തുൽ ഇസ്രാ, ആ സൂറത്തുൽ ഇസ്രാ അല്ലാഹു തുടങ്ങിയത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ അൽഹംദുലില്ലാഹില്ലദി എന്ന് പറഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗല. അവിടെ സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ട് തസ്ബീഹ് കൊണ്ട് തുടങ്ങി. ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹംദ് കൊണ്ടും തുടങ്ങി. സത്യത്തിൽ നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്, ഈ അൽഹംദുലില്ലാഹ് എന്ന ഹംദ് പലപ്പോഴും വരാറുള്ളത് തസ്ബീഹിന്റെ പിറകെയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി
അവിടെ സുബ്ഹാനല്ലാഹ്ക്ക് ശേഷമാണ് ഹംദ് വരുന്നത്. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനക്ക് ശേഷമാണ്, തസ്ബീഹിന്റെ ശേഷമാണ് ഹംദിന്റെ സ്ഥാനം. എപ്പോഴും അങ്ങനെ. കാരണം തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഒരു കുറവുമില്ലാത്തവനാണ് എന്നതാണ്. അതാണ് അല്ലാഹു തആല ഒരു കുറവുമില്ലാത്തവനാണ്, അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹുവിന് വേണ്ട സിഫത്തുകൾ എന്താണോ അത് മുഴുവനും അല്ലാഹുവിനുണ്ട്, ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ എന്താണോ അതൊന്നും അല്ലാഹുവിനില്ല എന്ന നിലക്ക് പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ അറിയിക്കുന്ന വാചകമാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വാചകം. ആ നിലക്ക് ആദ്യം പറയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ് എന്ന് അറിയിക്കുന്ന ആ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹ് തന്നെയാണ്. അതിന്റെ പിന്നെയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഹംദ് പറയുന്നിടത്ത് നിങ്ങൾ നോക്ക്, അവിടെ ഹംദ് പറയുന്നത് പലപ്പോഴും കിതാബുകൾ കാണാം, ഇഖ്തിയാരിയായ ജമീലിന് നാവ് കൊണ്ട് സനാഹ് ചെയ്യുന്നതിനാണ് ഹംദ് എന്ന് പറയാ. അസ്സലാഹു ബിൽ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി, ഇങ്ങനെയുള്ള പറയാ. ഇഖ്തിയാരിയായ ജമീലിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന നന്മയുടെ പേരിൽ അയാളെ നാവ് കൊണ്ട് വാഴ്ത്തി പറയുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹംദ് എവിടെ വന്നാലും അല്ലാഹു തആല അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇഖ്തിയാരിയായ ജമീൽ ഉണ്ടായിരിക്കും. ആ ഇഖ്തിയാരിയായ ജമീലിന്റെ പേരിലാണ് നമ്മൾ ഹംദ് പറയുന്നത്. ആ ഇഖ്തിയാരിയായ ജമീൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിന്റെ സ്വന്തം ദാത്തിനെ കുറിച്ചുള്ള ഒന്നല്ല അത്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ കണ്ടില്ലേ, അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് സ്തുതി പറയാൻ വേണ്ടി പടച്ച റബ്ബിനെ അവിടെ പ്രയോഗിച്ച സിഫത്ത് അള്ളാഹു സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും അതിന്റെ പരിപാലകനുമാണ് എന്നതാണ്. അപ്പൊ ലോകത്തെ സൃഷ്ടിക്കുക, സർവ്വലോകത്തെയും സൃഷ്ടിക്കുക, അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സ്വന്തം സമ്പൂർണനാണ് എന്നതിന്റെ പുറമെ മറ്റു സാധനങ്ങളെ അല്ലെങ്കിൽ മറ്റു പലതിനെയും അള്ളാഹു പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവനാണ് എന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല സ്വന്തം അവന്റെ നഫ്സിലേക്ക്, അവന്റെ ദാത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധി തികഞ്ഞവനും സമ്പൂർണനുമാണ് എന്ന അർത്ഥത്തിലാണ് സുബ്ഹാനല്ലാഹ് എന്ന് അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്നത്. അതേ സ്ഥാനത്ത് അള്ളാഹു മറ്റുള്ളതിന് പരിപൂർണത നൽകുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദൻഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വേറെ ഒരു അനുഗ്രഹവും പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വൈരുദ്ധ്യങ്ങളില്ലാത്ത മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, ആളുകളെ ശരിയാം വിധം പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കിതാബിനെ അല്ലാഹു തആല ഇറക്കി എന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ തങ്ങളിലൂടെ ഈ ജനതക്കും അല്ലാഹു ചെയ്തു തന്ന വലിയ നിഅമത്താണ്. അതേ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രായിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫിന്നഫ്സിലുള്ള കമാലാണ്, അള്ളാഹുവിന്റെ റസൂലിനുള്ള കമാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സമ്പൂർണത. ആ സമ്പൂർണതക്കാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രായിന് കൊണ്ടുപോയത്. കിതാബ് അവതരിപ്പിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സമ്പൂർണതക്ക് മാത്രമല്ല, ഈ ഉമ്മത്തിന് നന്നാകാനും ഈ സമൂഹത്തിന് കാര്യങ്ങൾ പഠിക്കാനും ഈ സമൂഹത്തിന് ഉയരങ്ങളിലേക്ക് എത്താനും ആവശ്യമായ സന്ദേശങ്ങളുമായിട്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ കലാമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോ പറഞ്ഞ വിഷയം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാലോ എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ അല്ലാഹു തആല ഇസ്രായിനെ പരാമർശിക്കുന്നിടത്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും മാത്രമല്ല ഇവിടെ കിതാബിനെ ഇറക്കിത്തന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫിനെ തുടങ്ങുന്ന ഈ സ്ഥലത്ത് അല്ലാഹു തആലയെ ഹംദ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല തുടങ്ങുകയും ചെയ്തു. അതിന്റെ പൊരുൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിഅമത്താണ്
അള്ളാഹു നമുക്ക് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് അങ്ങനെ നമുക്കൊരു ഗ്രന്ഥം അവതരിപ്പിച്ചു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ നന്നാക്കണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല. ആ അള്ളാഹു തആല നമുക്ക് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ വലിയ ഒരു നിഅമത്താണ്. ആ ഗ്രന്ഥം തന്നെ അള്ളാഹു അവതരിപ്പിച്ചത് എങ്ങനെ, ഇനി അത് പിന്നെ പറയുന്നുണ്ട്. എന്താണ് അത് പറയുന്നത്? ഇവജൻ ഖയ്യിമന്ന വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദൻഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ആ ഗ്രന്ഥത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഈ സമൂഹത്തിന് ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ വക നമുക്കങ്ങ് അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു അവതരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. അള്ളാഹു അങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചെന്നില്ലെങ്കിൽ ആരും ചോദിക്കാൻ പോണില്ല. എന്താ അവതരിപ്പിക്കാത്തെന്ന് ആരും ചോദിക്കൂല. അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈയിടാൻ ആർക്കും കഴിയില്ല. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നവനല്ല. അള്ളാഹു തആല പരമാധികാരിയായ രാജാവാണ്. ആ പരമാധികാരിയായ രാജാവിന് അള്ളാഹു എന്തും ചെയ്യാം. ആ അള്ളാഹു തആല ഈ ഉമ്മത്തിന് കിതാബ് അവതരിപ്പിച്ചു തരികയാണ്. ആ കിതാബ് അവതരിപ്പിക്കാൻ പാകപ്പെട്ട ആളെ ഈ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു തആല തെരഞ്ഞെടുക്കുകയാണ്. അതാണ് അലാ അബ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനങ്ങളിൽ ഒന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ്. എപ്പോഴും നമ്മൾ പറയും, സത്യത്തിൽ അടിമ എന്ന് പറയുന്നത് ഒരു കുറച്ചിലാണ്, അല്ലെ? സത്യത്തിൽ നമ്മൾ നോക്കിയാൽ ഉടമ അടിമ എന്ന് പറഞ്ഞാൽ അടിമ എന്നത് ഒരു കുറച്ചിലാണ്, ഉടമ എന്നത് കമാലിന്റെ സിഫത്താണ്. അതേ സ്ഥാനത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ അടിമ എന്ന് പറഞ്ഞത് ഒരു കുറച്ചിലല്ലാതെ അത് പരിപൂർണതയുടെ തലത്തിലേക്ക് എത്തുന്നത് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോഴാണ്. അള്ളാഹുവിന്റെ അടിമ, കാരണം അള്ളാന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒരു മനുഷ്യനെ പടക്കുകയും അവനെ അള്ളാഹു അവന്റെ അടിമയാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശരിയായ തൃപ്തിയുള്ള അടിമയായി നിലനിൽക്കുക എന്ന് പറഞ്ഞത് ആ മനുഷ്യന്റെ ഗുണങ്ങളിൽ ഏറ്റവും മികച്ച ഒരു ഗുണമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് വിശേഷിപ്പിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നത്. ആ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആല കിതാബ് ഇറക്കിക്കൊടുത്തത് അള്ളാഹുവിന്റെ അടിമക്കാണ്. ആ കിതാബ് അള്ളാഹു ഇറക്കിക്കൊടുത്തത് ആ അടിമയുടെ മാത്രം ഉപകാരത്തിനല്ല, ലോകത്തിന്റെ മൊത്തം ഉപകാരത്തിനാണ്. ഈ ലോകത്തിന് മൊത്തം ഉപകരിക്കാൻ പറ്റുന്ന ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കിക്കൊടുത്തത് അള്ളാഹുവിന് അങ്ങനെ നിർബന്ധമായത് കൊണ്ടല്ല, അത് ഔദാര്യം കൊണ്ട് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നതിന്റെ പേരിൽ ഓരോ മനുഷ്യനും പറയാൻ കടപ്പെട്ടവനാണ്. കണ്ടോ? അപ്പൊ ഈ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി എന്ന് പറയുന്നതിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ആ ഖുർആൻ കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല വഴി കാണിച്ചു തന്നു. ആ ഖുർആൻ കൊണ്ട് അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നു. ആ ഖുർആൻ കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി എന്ന നിലക്ക് അള്ളാഹുവിനെ ഹംദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്ന് പറയുന്ന ഈ ആയത്തിന്റെ തുടക്കത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു കിതാബ് ഇറക്കി. ആ കിതാബിന്റെ പ്രത്യേകത പിന്നെന്താ പറഞ്ഞത്? വലം യജ്അൽ ലഹു ഇവജ. ആ കിതാബിന് അള്ളാഹു തആല വളവുണ്ടാക്കിയില്ല. കണ്ടാ? കിതാബിനെ അള്ളാഹ് ഇറക്കി, പക്ഷെ കിതാബിന് അള്ളാഹു എന്താക്കിയില്ല? വളവുണ്ടാക്കിയില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഇവിടെ പലരും കിതാബ് ഇറക്കലുണ്ട്, അതൊക്കെ വളഞ്ഞ കിതാബേ. പലരും കിതാബ് ഇറക്കലുണ്ട്. ഇവിടെ വേറെ ചില ആളുകള്, ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ. ഇവിടെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം അൻസല എന്നാണ്. എന്താ അൻസലന്റെ അർത്ഥം ഞാൻ വെച്ചത്? എന്താ അൻസലന്റെ അർത്ഥം? അടുക്കി കുറെ നേരമായി ഞാൻ അങ്ങനെ ഒറ്റക്ക് വയലുറണം. അങ്ങനെ ശരിയായി അടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു പണി. അൻസലിന്റെ അർത്ഥം അടുക്കി. അൻസല എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അൻസല എന്ന് പറഞ്ഞാല് ഇറക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥം കണ്ടിട്ട്, ഈ വാക്ക് കണ്ടിട്ട് ചില അന്തല്ലാത്ത ആളുകള് അല്ലാഹു തആല ആകാശത്താണ് എന്ന് പറയും. നമ്മൾ പഠിക്കേണ്ടത് വിഷയമാണല്ലോ. അല്ലാഹു തആല ആകാശത്താണ് എന്ന് പറയുന്നു. മനസ്സിലായോ? കാരണം എന്താ? ഇറക്കുക എന്ന് പറഞ്ഞാൽ മേലിന്ന് താഴേക്കല്ലേ എന്നാ.
ഇറക്കുക എന്ന് പറഞ്ഞാല് മേലെന്ന് താഴേക്കല്ലേ. അപ്പോ സംഗതി ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വാസസ്ഥലം ആകാശമാണ്. ഖുർആനിനെ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുള്ളത് ലൗഹുൽ മഹ്ഫൂദിലാണ്, അതും ആകാശ ലോകത്താണ്. അപ്പൊ ആ അർത്ഥത്തിന് അതിനെ ഇറക്കി എന്ന് പറയാം. പക്ഷെ അള്ളാഹു ഇറക്കി എന്ന് പറഞ്ഞാൽ അവിടെ അള്ള മേലെയാണ്, അള്ളാഹു ആകാശത്തിലാണ് എന്ന് ചില തെറ്റുദ്ധാരണകൾ അതിന്റെ പിന്നാലെ നടന്ന് ഉണ്ടാക്കിയിട്ട് മുത്തശാബിഹിന്റെ പിന്നാലെ നടന്ന് ആളുകളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. മനസ്സിലായോ? DC ബുക്സിന്റെ മെയിൻ ഓഫീസ് ഒരു 10 നിലയുള്ള കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ അതിന്റെ 3-ാം നിലയിലുള്ള ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ കയറി ചെന്ന ആള് ഒരു പുസ്തകം ഇങ്ങനെ എടുത്തു നോക്കി, ഇതാരൊക്കെയതാ? അത് DC ബുക്സ് ഇറക്കിയതാ. DC ബുക്സ് ഇറക്കിയതല്ല, DC ബുക്സ് കയറ്റിയതാ. വേറെന്താ? DC ബുക്സിന്റെ ഓഫീസ് താഴല്ലേ? അത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണല്ലോ, ഇത് 3-ാം നിലയിലാണുള്ളത്. അപ്പൊ DC ബുക്സ് ഇറക്കിയതാന്നല്ല പറയേണ്ടത്, കയറ്റിയതാന്നല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അയാളെ വിവരം എത്ര ഉണ്ട്? അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കയറുക ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ കയറുക ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോ നൂലുമ്പോ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ മേലെന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുക എന്നൊക്കെയാണ് നമ്മൾ അതിന് വെക്കണ അർത്ഥം. ചില സമയത്ത് ഇന്നെ വിളിക്കും ഒരാള്. ഉദാഹരണം പറയാം, സഖി ഉസ്താദ് വിളിക്കും ദുബൈന്ന്. അല്ല, നിങ്ങൾ എവിടെ ഉള്ളത്? റൂമിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ എവിടെ ഉള്ളത്? വഴിയിലാണോ അതോ വീട്ടിലാണോ? അല്ല, ഞാൻ ജോലി സ്ഥലത്താണ്. നിങ്ങൾ ക്ലാസ് റൂമിലുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾ വേഗം ഒന്ന് കേറിയിട്ടോ പറയും. എവിടേക്ക് കയറുന്നു? വേഗം ഒന്ന് കയറാൻ പറയും. അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ കയറാൻ മതി അല്ലേ, ഞാൻ കയറാന്ന് പറയും. ഇയാൾ ഉസ്താദ് വിളിക്കണ സമയത്ത് ഒരുപക്ഷെ ഞാൻ കെട്ടിടത്തിന്റെ മുകളിലേക്കും അവിടുന്നാണ് ഞാൻ വേഗം കയറാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇവനെ ക്ലാസ് റൂമിൽ കയറുന്നത്. ഈ കയറല് എന്ന് പറഞ്ഞാല് അവിടെ മേലോട്ട് കയറലുണ്ടോ? ഉണ്ടോ? മേലോട്ട് കയറലുണ്ടോ? വെറുതെ പറയാന്നല്ലാതെ. അപ്പൊ ഈ കയറുക ഇറങ്ങുക എന്നുള്ള ഇറക്കുക എന്നുള്ള പ്രയോഗമൊക്കെ കാണുമ്പോഴേക്ക് അല്ലാഹു തആല ആകാശത്തിലാണ് എന്ന് അതിൽ നിന്ന് ഇസ്തിൻബാത്ത് ചെയ്ത് മനസ്സിലാക്കുന്ന വിഡ്ഢികളെ കുറിച്ച് നമ്മൾ വിലയിരുത്താനാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അല്ലാഹു ആകാശത്തിലല്ല എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്നും അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില മുജാഹിദ് മൗലവിമാർ പരത്താൻ ശ്രമിക്കാറുണ്ട്. സുന്നികളെ വിശ്വാസം അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണ്. അല്ല, സുന്നികളെ വിശ്വാസം അല്ലാഹുവിന് ഒരു സ്ഥലവും ആവശ്യമില്ല എന്നാണ്. അതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വഹുവൽ ഗനിയ്യുൽ ഹമീദ്. അൽ ഗനിയ്യ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന് സ്ഥലം ആവശ്യമില്ല, അള്ളാഹുവിന് സമയം ആവശ്യമില്ല, അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞുകൂടാ, അള്ളാഹു ഭൂമിയിലാണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ആകാശം പടച്ചവൻ അള്ളാഹുവാണ്, ആകാശത്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശം പടക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു? വിഷയം വരൂലേ? അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞാൽ ആകാശം പടക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലം ഉള്ളവൻ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലം ആവശ്യമുള്ളവനും അല്ല. എല്ലാ സ്ഥലങ്ങളെയും പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. ഇത് പറയുമ്പോൾ ഏതാനും ചില സംശയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ മറുപടി കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. ഇനി ഏറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യത്തിന് ഒറ്റ സംശയത്തിന്റെ മറുപടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് ഞാൻ ക്ലാസ് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് വന്നോളൂ. എത്ര ആളുകൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മൈക്ക് വിട്ടാതിയല്ലോ. ഞാൻ വെറുതെ മൈക്ക് കിടക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഒറ്റ കാര്യം ഞാൻ പറയാം. ഒറ്റ കാര്യം, അള്ളാഹുവിന് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു ആകാശത്തല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കണ്ടിട്ടുണ്ട് അല്ലെ? എവിടുന്നാ കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിലാ കണ്ടത്. മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹ് കൊണ്ടുപോയത് കൊടുക്കുക ആകാശത്തേക്ക്. അപ്പൊ അള്ളാഹിനെ കാണാൻ കൊണ്ടുപോയത് ആകാശത്തേക്കാണല്ലോ. അപ്പൊ അള്ളാഹ് ആകാശത്താണെന്ന് വന്നീലേന.
അള്ളാഹെ കാണാൻ കൊണ്ടുപോയത് ആകാശത്തേക്കാളോ, അപ്പൊ അള്ളാഹ് ആകാശത്താണെന്ന് വന്നീലേ? അതൊരു ചോദ്യാണ് അല്ലേ? അതിന് മറുപടി ഉണ്ട്. യു എയിൽ ജോലി ചെയ്യണ ഒരാള് അയാൾക്കൊരു താല്പര്യം മക്കളൊന്ന് കാണണം. എന്താ ചെയ്തത്? വേഗം പുരയില് നെറ്റുണ്ട്, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, വെബിക്യാമൊക്കെ ഓണാക്കി വെക്കാൻ പറഞ്ഞു. മൂപ്പര കയ്യിൽ തൽക്കാലം നെറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, തൽക്കാലമില്ല. ഇല്ലാത്ത ആള് യാത്രക്കാരനായ നമ്മളെ വാർത്താവിസ്തായനെ പോലെ അപ്പൊ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ യാത്രക്കാരനായ ഒരാളാണ്. ഇവര് യാത്രയിലാണ്. അപ്പൊ യാത്രയിലായ ആൾക്ക് തന്റെ മക്കളെ കാണണമെന്ന് താല്പര്യം ഉണ്ടായപ്പോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? ഇന്റർനെറ്റ് കഫയിലേക്കാണ്. അപ്പോ മക്കളെ കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റ് കഫേക്ക് പോയപ്പോ അതിന്റെ അർത്ഥം മക്കൾ ഇന്റർനെറ്റ് കഫേയിലുണ്ട് എന്നാണോ? ആണോ? നിങ്ങളൊന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കാണാൻ ആകാശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആകാശത്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എവിടെയുള്ളത്? മക്കളെ കാണാൻ വേണ്ടി നെറ്റ് കഫയിലേക്ക് എന്നാൽ മക്കള് കഫയിലുണ്ട് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അവിടെ ചെന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, കാണാനുള്ള സംവിധാനം അവിടെയാണുള്ളത്, അത്രേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അള്ളാഹു ആ സ്ഥലത്താണ് എന്നല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണണമെങ്കിൽ അള്ളാഹു തആല നബി തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നേ അതിനർത്ഥമുള്ളൂ. അള്ളാഹു ആ സ്ഥലത്താണ് എന്ന് അർത്ഥമില്ല. കാരണം അള്ളാഹുവിന് സ്ഥലം ആവശ്യമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥലം ആവശ്യമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹു തആല ഏറ്റവും അധികം ആദരിക്കുകയും ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത ഏറ്റവും ഉദാത്തമായ അള്ളാഹുവിന്റെ തിരുക്കാഴ്ച നൽകി അനുഗ്രഹിക്കുകയും ചെയ്യാൻ ഉദ്ദേശിച്ച സമയത്ത് സാധാരണ ഒരു പാടത്ത് വെച്ച് ആരും അവാർഡ് കൈമാറാറില്ല. അങ്ങനെയുണ്ടോ? നമ്മളെ നാട്ടിൽ കർഷക അവാർഡ് കിട്ടിയ ഒരാള് അയാളെ നാട്ടിൽ കൂടി മുഖ്യമന്ത്രി ഇങ്ങനെ പോവുകയാണ്. ആ പോണ നേരത്തിന്റെ ഇയാള് പാടത്ത് ഇങ്ങനെ കുത്തുന്നു. എന്നാൽ ഏതായാലും അവാർഡ് ഇയാൾക്കാണല്ലോ കിട്ടിയത്, എന്നാ ഇവിടുന്നാണ് കൊടുക്കാന്ന് വെച്ചിട്ട് പാടത്തുനിന്ന് കൊടുക്കലുണ്ടോ? അത് കൊടുക്കൂല. പിന്നെ അവാർഡ് കിട്ടിയാൽ അത് സമ്മാനിക്കാൻ വേണ്ടി പ്രത്യേക ബഹുമതിയുള്ള രീതിയിൽ ഒരു സ്ഥലവും സംവിധാനം കയ്യിലുണ്ടാക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനെ കാണണമെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നാലേ അള്ളാഹിനെ കാണാൻ പറ്റൂന്നില്ല. അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു തആല 7-ാം ആകാശത്തേക്ക് കൊണ്ട് പോരി എന്ന് പറഞ്ഞില്ല. അള്ളാഹു തആല എന്താ പറഞ്ഞത്? നിങ്ങളെ മലമക്ക് നോക്കിയെന്നാ പറഞ്ഞത്. നിങ്ങളെ മലമക്ക് നോക്കിയെന്നാ പറഞ്ഞത്. 7-ാം ആകാശത്തേക്ക് പോരാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു തആല എന്നെ കാണണം എന്ന് പറഞ്ഞ ആളോട് ആകാശത്ത് വന്നാലേ കാണൂ, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന് അള്ളാഹു ആരോടും പറഞ്ഞതായി കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല ആകാശത്തേക്ക് കൊണ്ടുവരുന്നതിനാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാനാണ്. അള്ളാഹു തആല ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത പരമമായ ആദരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്താ വരിക? അങ്ങനെ തീരുമാനിച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല അങ്ങ് വിളിക്കും. എവിടേക്ക്? വേറെ ആരും വിളിക്കാത്തൊരു സ്ഥലത്തേക്ക്. അപ്പോഴല്ലേ ആദരവാകുള്ളൂ. അങ്ങനെ വിളിച്ചത് ആകാശത്തേക്ക്. മനസ്സിലായോ? അല്ലാതെ അള്ളാഹ് ആകാശത്തായത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെ അള്ളാഹു ഇന്ന സ്ഥലത്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ തോന്നുന്ന ചില ഹദീസുകളെ കുറിച്ച് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഒന്നടങ്കം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതിന് അള്ളാഹു ആകാശത്തുണ്ട് എന്ന അതിന്റെ നേരെ അർത്ഥം വെക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് ഏകകണ്ഠമായ അഭിപ്രായമാണുള്ളത്. ഉണ്ടോ? അള്ളാഹുവിന്റെ കയ്യ്, അള്ളാഹിന്റെ കാല്, അള്ളാഹു ഇന്ന സ്ഥലത്ത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ പ്രത്യക്ഷ അർത്ഥം വെക്കാൻ പാടില്ല. ആ പ്രത്യക്ഷ അർത്ഥം അവിടെ ഉദ്ദേശ്യമല്ല എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമില്ല എന്ന് പ്രാമാണികരായ എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ സമ്മതിച്ച കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു കിതാബ് ഇറക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ആകാശത്താണ് എന്നല്ല. അള്ളാഹു ആകാശത്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അള്ളാഹു തആലക്ക് ഒരു സ്ഥലവുമില്ല. അള്ളാഹു പരിശുദ്ധനാൻ. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നും ആവശ്യമില്ലാത്ത പരിശുദ്ധൻ.
ആ പരിശുദ്ധനായ അള്ളാഹു നമ്മുടെ വിജയത്തിന് നിദാനമായ വിശുദ്ധ കലാമിനെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തന്നെ തെരഞ്ഞെടുത്ത് ആദരിച്ച ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് നന്ദി പറയാനും പടച്ച റബ്ബിനെ സ്തുതിക്കാനും കടപ്പെട്ടവരാണ് എന്നാണ് ഒന്നാമതായി അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി അല്ലാഹു തആല ഇനി പറയാൻ പോകുന്നത് ആ കിതാബിന്റെ രീതിയെ കുറിച്ചാണ്. ആ കിതാബ് എങ്ങനെയുള്ള കിതാബാണ്, ആ കിതാബിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ബഹുമാനം എന്താണ് എന്ന് രണ്ട് കലിമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് കലിമത്തിൽ അല്ലാഹു തആല കിതാബിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ശൈലിയൊക്കെ അങ്ങനെ തന്നെയാണ്. പലപ്പോഴും സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അള്ളാഹു കിതാബിനെ പരിചയപ്പെടുത്തിയങ്ങനെ ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, അങ്ങനെ ഏതാനും വാക്കുകളിലാണ്. ഇവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പോണത് വലം യജഅൽഹു ഇവജ ഖയ്യിമ, ആ വാക്കുകളിലൂടെയാണ്. അങ്ങനെ അത്തരം ചുരുങ്ങിയ വാക്കുകളിലൂടെ ആ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ വ്യാപ്തിയും പരിശുദ്ധിയും സമഗ്രതയും ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി തരുമ്പോ അള്ളാഹു കിതാബ് അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഹംദ് ചെയ്യാൻ കടപ്പെട്ട നമ്മൾ ആ കിതാബിന്റെ മാഹാത്മ്യം അറിയുമ്പോൾ വീണ്ടും അള്ളാഹുവിന് നന്ദി പറയാൻ കൂടുതൽ കടപ്പെട്ടവരാകുന്നു. അങ്ങനെ നാം പടച്ച റബ്ബിനെ ഹംദ് ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും കടപ്പെട്ടവരാണ് എന്ന സന്ദേശവുമായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ മധ്യഭാഗത്തെ സൂറത്തായ സൂറത്തുൽ കഹ്ഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ വിശദീകരണമായി അല്ലാഹു തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിധിയുണ്ടെങ്കിൽ നാളെ കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏകദേശം മഗ്രിബിന്റെ സമയമായി, ഇനി ഒരുങ്ങാനുള്ള സമയമുള്ളൂ. വിഷയവുമായി ബന്ധപ്പെട്ട് വല്ല ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മൈക്കിൽ വരണം, പെട്ടെന്ന് ചോദിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് എന്റെ അറിവപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. സമയത്തിനും നേരത്തിനൊക്കെ അനുസരിച്ച് വിശദമായി മറുപടി പറയേണ്ട ചോദ്യം ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്തേക്ക് അല്ലെങ്കിൽ നാളത്തെ ക്ലാസ് സമയത്തേക്ക് മാറ്റിവെക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. പല പ്രശ്നങ്ങളും പറഞ്ഞ ആളുകളുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് എല്ലാവർക്കും തീർത്തുവെന്ന് പടച്ച റബ്ബിന്റെ കലാമിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു തആല നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. ശാരീരികമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മാനസികമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങളുടേത്, നമ്മളുമായി ബന്ധപ്പെട്ടവരുടേത്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളുടേത് എല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും ശിഫയും ഹിഫ്ളും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാഹ്, ഇസ്സത്ത് തരണേ അല്ലാഹ്, ഹിദായത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ബന്ധുക്കളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നീ ഉണ്ടാക്കല്ല അല്ലാഹ്. തെറ്റിദ്ധരിച്ചവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ മക്കളെ നിന്റെ പൊരുത്തമുള്ള, ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന സാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, ബിസിനസ്സുകളിൽ, മറ്റു നീ നൽകിയ സമ്പത്തുകളിൽ, വീടുകളിൽ, മക്കളിൽ എല്ലാം നീ ബറക്കത്ത് തരണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നേരത്തെ വിളിച്ച സഹോദരൻ ഒരാള് അസുഖമാണ്, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതായി പ്രത്യേകം പറഞ്ഞു. അതുപോലെ നമ്മളെ അബൂ മുബാറക്കിന്റെ വാപ്പ മരണപ്പെട്ട മാസമാണെന്ന് പറഞ്ഞു. വേറെ അതുപോലെ പലരും ഉമ്മ മരണപ്പെട്ടതും അതുപോലെ തന്നെ ഭാര്യാമാതാവ് മരണപ്പെട്ടതൊക്കെ ആയുള്ള പല വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്. എന്റെ പിതാവ് മരണപ്പെട്ടത് ശവ്വാൽ മാസം 18-നാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്. റഹ്മാൻ റഹീമീനായ റബ്ബ് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി